അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ജിന്ന് സമാപിക്കുകയാണ്. ഒടുവിൽ സമാപന സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ സൂക്തങ്ങളിൽ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ തന്നെ തുടർച്ചയാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഇഷ്ടദൂതരിലൂടെ പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശം എത്തിക്കുമ്പോൾ ശക്തമായ കാവൽ ഏർപ്പെടുത്തും എന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് സമാപന സൂക്തമായ 28-ാം സൂക്തത്തിൽ അള്ളാഹു വെളിപ്പെടുത്താണ്. أعوذ بالله من الشيطان الرجيم ليعلم أن قد أبلغوا رسالات ربهم وأحاط بما لديهم وأحصى كل شيء عددا. ليعلم അവൻ അറിയാൻ വേണ്ടിയാണ്, അള്ളാഹുവിന് അറിയാൻ വേണ്ടിയാണ്. അൻ എന്തെന്നാൽ ഖദ് അബ്ലഗു റിസാലാത്തി റബ്ബിഹിം, ഖദ് തീർച്ചയായും, അബ്ലഗു അബ്ലഗ എത്തിച്ചു, അബ്ലഗു അവർ ആ ദൂതന്മാർ എത്തിച്ചിട്ടുണ്ട് എന്ന്. റിസാലാത്തി റബ്ബിഹിം തങ്ങളുടെ നാഥൻ്റെ സന്ദേശം ആ ദൂതന്മാർ എത്തിച്ചിട്ടുണ്ട് എന്ന് അവന് അറിയാൻ വേണ്ടിയാണ്. വ അഹാത്ത ബിമാ ലദൈഹിം, അതോടൊപ്പം വ അഹാത്ത അവൻ വലയം ചെയ്തിരിക്കുന്നു, ബിമാ ലദൈഹിം അവരുടെ ചുറ്റുപാടുകളെ. ലത എന്ന് പറയുമ്പോൾ സമീപമുള്ള, പക്കലുള്ള എന്നൊക്കെയാണ് അർത്ഥം. ബിമാ ലദൈഹിം അവരുടെ ചുറ്റുപാടുകളെ അവൻ അള്ളാഹു സമ്പൂർണമായിട്ട് വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. വ അഹ്സാ അതോടൊപ്പം തന്നെ അവൻ എണ്ണിക്കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. കുല്ല ഷൈഇൻ എല്ലാ ഓരോ കാര്യവും അദദൻ കൃത്യമായിട്ട് എണ്ണി കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സൂക്തം വളരെ വ്യക്തമായിട്ട് ചില ആശയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് അള്ളാഹു പാറാവുകാരെ നിശ്ചയിക്കുന്നത്? ദിവ്യ വഹ്യ്, ആ വെളിപാട് അള്ളാഹുവിങ്കിൽ നിന്ന് ദൈവദൂതന്മാരിലേക്ക് അവതരിക്കുമ്പോൾ എന്തിനാണ് പാറാവുകാരെ നിശ്ചയിക്കുന്നത്? ലിയഅലമ അൻ ഖദ് അബ്ലഗു റിസാലാത്തി റബ്ബിഹിം, അവർ ആ വഹയുമായിട്ട് വരുന്ന ദൈവദൂതന്മാരുണ്ടല്ലോ, തങ്ങളുടെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ പൂർണ്ണമായും എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് അവന് ബോധ്യമാകാൻ വേണ്ടിയാണ് പാറാവുകാർ. ഈ വാചകത്തിന് 3 വ്യാഖ്യാനങ്ങളാണ് നൽകപ്പെടുന്നത്. ഒന്ന്, മലക്കുകൾ തനിക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം കൃത്യമായും കണിശമായും എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാൻ. ലിയ അല്ലമ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാൻ എന്നതാണ് ഒരു വ്യാഖ്യാനം. മലക്കുകൾ അള്ളാഹുവിൻ്റെ സന്ദേശം പൂർണ്ണമായും തനിക്ക് എത്തിച്ചു തന്നിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാൻ. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണ്? മലക്കുകൾ തൻ്റെ സന്ദേശം പ്രവാചകന് ശരിക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അള്ളാഹുവിന് അറിയാൻ. ലിയ അല്ലമ. ഇനി മൂന്നാമത്തെ വ്യാഖ്യാനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സന്ദേശം കൃത്യമായി തൻ്റെ ദാസന്മാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിന് അറിയാൻ. ഇങ്ങനെയൊക്കെ 3 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഈ വാചകത്തിൽ സാധ്യതയുണ്ട്. സൂക്തത്തിലെ ഈ പദഘടന ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പഴുതുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ഇനിയും 2 ആശയങ്ങൾ കൂടി ഇതോട് ചേർത്ത് മനസ്സിലാക്കണം. ദൈവദൂതന് തൻ്റെ ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ അതിഭൗതിക ജ്ഞാനം അഥവാ അദൃശ്യജ്ഞാനം കൃത്യമായിട്ട് അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. ആവശ്യമനുസരിച്ച് സാന്ദർഭികമായിട്ട് നൽകുന്നു. അല്ലാതെ ദൈവദൂതന് എല്ലാ രഹസ്യങ്ങളും അറിയാം എന്നല്ല, സാന്ദർഭികമായിട്ട് അറിയിച്ചു കൊടുക്കുന്നുണ്ട്.
രണ്ടാമത്തേത്, മലക്കുകളെ അള്ളാഹു കാവൽക്കാരാക്കിയത് ദിവ്യ സന്ദേശം സുരക്ഷിതമായിട്ട് റസൂലിലേക്ക് എത്തുന്നതിന് മേൽനോട്ടം വഹിക്കാനാണ് എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ അതുമാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് മലക്കുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മലക്കുകളിൽ നിരീക്ഷകന്മാരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ മലക്കുകൾ നിരീക്ഷിക്കുന്നു. തുടർന്ന് പറയുന്നു, നോക്കൂ, വ അഹാത ബിമാ ലദൈഹിം, അവരുടെ ചുറ്റുപാടുകളെ അവൻ അള്ളാഹു സമ്പൂർണമായി വലയം ചെയ്തിരിക്കുന്നു. മലക്കുകളുടെ പരിസരങ്ങൾ വലയത്തിലാണ്, ക്യാമറ കണ്ണുകളിലാണ് എന്ന് പറയാം. അതുപോലെ തന്നെ പ്രവാചകൻ്റെ ചുറ്റുപാടുകളെയും അള്ളാഹു താല വലയം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റസൂലോ മലക്കുകളോ അള്ളാഹുവിൻ്റെ തൃപ്തിക്കെതിരായിട്ട് എത്ര സൂക്ഷ്മമായ, എത്ര രഹസ്യമായ നീക്കം നടത്തിയാലും ഉടൻ പിടികൂടാൻ തക്ക വിധം അവരിരുവരെയും അള്ളാഹുവിൻ്റെ ശക്തി, അധികാരങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. പടച്ചോൻ്റെ വേറെ തന്നെ ഒരു ചാരക്കണ്ണുകൾ അവിടെ പ്രവർത്തിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ദൈവദൂതന്മാർ ചെയ്യുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് അവർ വല്ല കൃത്രിമവും കാണിക്കുമോ? ഒരിക്കലുമില്ല. മഅദല്ലാ, അള്ളാഹുവിൽ ശരണം. പ്രവാചകന്മാരിൽ നിന്ന് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ അത്രയും ജാഗ്രത അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൈനിക സംവിധാനങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറയപ്പെടാറുണ്ട്. ഇപ്പോൾ പട്ടാളക്കാർ, അവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈനിക മേധാവികൾ, എന്നാൽ സൈനിക മേധാവികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവരെ നിരീക്ഷിക്കുന്ന മറ്റു ചില ചാരക്കണ്ണുകൾ അവരുടെ പിന്നിൽ എന്ന് പറയും പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഭദ്രമാക്കുന്നു. ഒടുവിൽ ഒന്നുകൂടി പറയുന്നുണ്ട്, വ അഹ്സാ കുല്ല ഷൈഇൻ അദദ, ഓരോ കാര്യവും അവൻ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വഹി അവതരിക്കുകയാണെങ്കിൽ ആ സൂക്തങ്ങളിലെ ആയത്തുകൾ, അതിലെ വാക്കുകൾ, അതിലെ അക്ഷരങ്ങൾ, അതിൻ്റെ കൃത്യത, ഒന്നിൽ പോലും ഒരു പിഴവും സംഭവിക്കാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്ന് അയക്കുന്ന സന്ദേശങ്ങൾ ഓരോന്നും അക്ഷരം പ്രതി തിട്ടപ്പെടുത്തി ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ ഒരക്ഷരം പോലും ഏറുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്നതിന് പ്രവാചകന്മാർക്കോ മലക്കുകൾക്കോ ആ വിധത്തിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുവാനായിട്ട് ഒരു സാധ്യതയുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്. അള്ളാഹു സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്, അവൻ സർവശക്തനാണ്. വഹയിൻ്റെ വാഹകനായ ജിബ്രീൽ അലൈഹിസ്സലാം ആകട്ടെ അള്ളാഹുവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ മലക്കാണ്. ഖുർആൻ തന്നെ പറയുന്നില്ലേ, മുത്താഇൻ സമ്മ അമീൻ, അനുസരിക്കപ്പെടുന്ന മലക്കാണ് മറ്റു മലക്കുകളാൽ, ഏറെ വിശ്വസ്തനാണ്. ദീ ഖുവ്വ, കരുത്തനാണ്. ഇൻദദിൽ അർശി മക്കീൻ, സിംഹാസനമുടയവനായ നാഥൻ്റെ അടുക്കൽ ഏറെ സ്ഥാനവും പദവിയുമുള്ളവരാണ്. പിന്നെ എന്തിനാണ് മറ്റൊരു പാറാവു സംഘം എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്നതാണ്, അല്ലേ? എന്തിനാണ്? അള്ളാഹു എല്ലാം കാണുന്നില്ലേ? പിന്നെ എന്തിനാണ് പാറാവുകാരായ മറ്റൊരു സംഘം മലക്കുകൾ? അതിന് ഉത്തരം, ദിവ്യലോകത്ത് നിന്ന് ഭൗതിക ലോകത്തേക്കുള്ള, അഥവാ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതരായ പ്രവാചകന്മാരിലേക്കുള്ള സന്ദേശമാർഗമാണല്ലോ വഹയ്. അതിൻ്റെ വാഹകരാണ് വിശുദ്ധരായ ഈ മലക്കുകൾ. അതിന് അള്ളാഹുവിന് അതിൻ്റേതായ ഒരു പ്രോട്ടോക്കോളുണ്ട്. അതിനെ ആരാണ് അനുഗമിക്കേണ്ടത്? അതുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അവതരിക്കുമ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഈ സന്ദേശയാത്ര ആത്മീയ സൃഷ്ടികളുടെയോ ഭൗതിക സൃഷ്ടികളുടെയോ യാതൊരു ഇടപെടലും കൂടാതെ സുരക്ഷിതമായിട്ട് യഥാസ്ഥാനത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഇവിടെയുണ്ട്. വിശുദ്ധ ഖുർആനിനെ വായിക്കുന്ന, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും അത് ബോധ്യപ്പെടണം. ഇതിനിടയിൽ ആരുടെയും ഒരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം പാറാവുകാരില്ലാതെ വഹയിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. അവൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. പക്ഷെ അള്ളാഹുവിന് ഓരോ കാര്യവും നടപ്പിലാക്കുന്നതിന്
അതിൻ്റേതായ ഓരോ നിമിത്തങ്ങൾ അവൻ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓരോ വകുപ്പിലും മഴ വർഷിപ്പിക്കുന്നതിൻ്റെ മലക്ക്, അതുപോലെ ഇടിമിന്ന് പോലെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുന്ന മലക്ക്, ഇങ്ങനെ പല വകുപ്പുകളിലും മലക്കുകളെ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ വേണോ? അള്ളാഹുവിനെ നേരിട്ട് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും അള്ളാഹു അങ്ങനെ നിമിത്തങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാങ്ങ പെട്ടെന്ന് പൂർണ്ണമായിട്ടും വളർച്ചയെത്തിയ നല്ല മൂപ്പുള്ള ഒരു മാങ്ങ പെട്ടെന്ന് മാവിൽ ഉണ്ടാക്കാൻ അള്ളാഹുവിന് കഴിയില്ലേ? കഴിയും. പക്ഷെ അള്ളാഹു താല അതിൻ്റേതായ ഒരു രീതി സ്വീകരിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ പ്രകൃതി നിയമം എന്നാണ് പറയാം. ഒരു വിത്ത് മണ്ണിലിട്ട് അത് മുളച്ച് മാവിൻ തൈയായി, പിന്നീട് അതൊരു വൃക്ഷമായി, അതിൽ വർഷാവർഷം പൂക്കുന്നു, പിന്നെ അത് കായ്ക്കുന്നു, അത് പൂർണ്ണ വളർച്ചയെത്തുന്നു, പഴുത്ത് നല്ല മാമ്പഴമാകുന്നു. ഓരോന്നിനും അതിൻ്റെ പ്രകൃതിപരമായ രീതിയുണ്ട്. ഇതേ ശൈലിയിൽ അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും ഓരോ നിമിത്തങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ പാറാവുകാർ എന്നാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സൂറത്തുൽ ജിന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. സൂറത്തുൽ ജിന്നിലെ വലിയ ഒരു സന്ദേശം, ഒരുപാട് അദൃശ്യമായ കാര്യങ്ങൾ വെളിപ്പെടുന്ന ഒരു സൂറ കൂടിയാണ്. ഈ സൂറയുടെ തുടക്കം തന്നെ ഖുൽ ഊഹിയ ഇലയ്യ എന്നാണ്. എനിക്ക് വഹ്യ് നൽകപ്പെട്ടിരിക്കുന്നു. ആ വഹ്യ് തന്നെ എന്താണ്? അദൃശ്യമായ ഒരു സന്ദേശ മാധ്യമമാണല്ലോ, സന്ദേശം എത്തിക്കുന്ന ഒരു വഴിയാണ്. അവിടുന്ന് അങ്ങോട്ട് ജിന്നുകളുടെ രഹസ്യങ്ങളിലൂടെയാണ് നമ്മൾ സൂറത്തുൽ ജിന്നിൽ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ജിന്നുകളുടെ ജീവിത പശ്ചാത്തലവും അവർക്കുള്ള രക്ഷാശിക്ഷകളും അവരുടെ ദൗത്യവും എല്ലാം അതിലൂടെ കടന്നു വന്നു. ഒടുവിൽ അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഖജനാവ് അവൻ്റെ കയ്യിൽ മാത്രമാകുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ സവിശേഷമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറ അൽ ജിന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നാം സൂറത്തുൽ ജിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ച ഇത്രയും നിമിഷങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പടച്ചവനെ, നിൻ്റെ സൃഷ്ടിജാലങ്ങളെ യഥാവിധി അറിയുവാനും ഉൾക്കൊള്ളുവാനും അവയിൽ നിന്ന് പാഠം സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റബ്ബേ. അദൃശ്യമായ നിൻ്റെ സൃഷ്ടികളിലൂടെ വ്യതിചലിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ റബ്ബേ. കൃത്യമായി നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, വിശ്വാസ വ്യതിചലനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.